ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ലെങ്കിൽ തന്നെ ഇത്രയും പെണങ്ങിയിരിക്കാൻ പാകത്തിന് എന്തോന്ന്? ചിലരൊക്കെ കാണുമ്പോൾ നമ്മൾ ഹഗ് ചെയ്യാറില്ലേ? അതൊരു രീതിയല്ലേ? അങ്ങനെ കണ്ടാ പോലെ ഇതിനെയും. ഉദാഹരണത്തിന് ഷാറൂഖ് ഖാൻ കാജോളിനെ കാണുമ്പോ ഹഗ് ചെയ്യാറുണ്ടല്ലോ. എന്ന് കരുതി കാജോൾ ഷാറൂഖ് ഖാനോട് പിണങ്ങിയിരിക്കുവാണോ? ഷാറൂഖ് ഖാൻ പുറകെ മാപ്പും പറഞ്ഞു എടുക്കണോ? പറ 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 പറ. ഇതൊക്കെ ആ രീതിയിൽ അങ്ങ് എടുക്കണം, അത്രേ ഉള്ളൂ. ഈശ്വര, എന്തൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ ഏക്കുന്നില്ലല്ലോ. ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, അവസാനം തടവെടുക്കാം. എന്റെ പൊന്നു വച്ച് എനിക്കൊരു അബദ്ധം പറ്റി, അത് നീ ഒന്ന് ക്ഷമി. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി താൻ എന്നോട് മിണ്ടുന്നതുവരെ ഞാൻ ജലപാനം ചെയ്യില്ല. തനിക്ക് എന്നെ അറിയാൻ പാടില്ലാത്തോണ്ടാ ഈ മഹിയെ പറഞ്ഞതാ. കുട്ടിക്കത് അറിയാത്തോണ്ടാ ഈ റിയാക്ഷൻ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. ഇനി ജലപാനം എന്ന് പറഞ്ഞത് മനസ്സിലായി കാണില്ലേ? ഈ ജലപാനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിരാഹാരം കിടക്കുന്ന. താൻ എന്നോട് മിണ്ടിയിട്ടല്ലാതെ ഞാൻ ഒന്നും കുടിക്കേയില്ല, കഴിക്കേയില്ല. ഇത് സത്യം സത്യം സത്യം. അമ്മേ, ഐശ്വര്യ എപ്പോഴാ പോയത്? അവള് അപ്പൊ തന്നെ പോയല്ലോ. എന്താ? അല്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അമ്മ വഴക്കുവെല്ലാം പറഞ്ഞായിരുന്നോ? എന്തിനാടാ? ഞാനെന്തിനാ അവള് വഴക്ക് പറയുന്നത്? നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയണമെന്ന് തോന്നി. ഞാൻ ചോദിച്ചു, അവൾ ഉത്തരം പറഞ്ഞു. അവള് നല്ല സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടിയാ. അമ്മയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടാവുകയും ചെയ്തു. അവളെന്തെങ്കിലും തിരക്കിലായിരിക്കും. നീ സമാധാനപ്പെട്, തിരിച്ചു വിളിച്ചോളും. നീ ആ കോൾ എടുക്ക ഐശ്വര്യ. ഇത് എത്രാമത്തെ തവണ അർജുൻ സാർ വിളിക്കുന്നത്? സാറല്ല, സാറിന്റെ അമ്മ എന്നെ വിളിക്കേണ്ടത്. അത്രയ്ക്ക് മാത്രം അവരെന്നെ അപമാനിച്ചു. ആ സ്ത്രീ പറഞ്ഞതൊക്കെ എന്റെ കാതിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടപ്പുണ്ട്. ഇനി അവരെന്നെ വിളിക്കട്ടെ, എന്നെ കാണാൻ വരട്ടെ. നീ എന്തൊക്കെ ഭ്രാന്ത ഈ വിളിച്ചു പറയുന്നത്? ഇതൊക്കെ നടക്കില്ലെന്ന്. നടക്കും, നടത്തും ഞാൻ. അതിനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടാ ഈ ഐശ്വര്യലക്ഷ്മി അവിടെ നിന്നിറങ്ങിയത്.
ഇത് വാ. 2 3 ആ കോളങ്ങ് കട്ട് ചെയ്തേക്ക്. ഇതവരാ രമാദേവി. അറിയാം, അതുകൊണ്ട് തന്നെയാ കട്ട് ചെയ്യാൻ പറഞ്ഞത്. മാഡം അമ്മയൊക്കെ ഭക്ഷണം കഴിച്ചു മോളെ? അവരെല്ലാവരും കഴിച്ചു. ആ, എങ്കിൽ നമുക്ക് കഴിക്കാം. ആ, ഭക്ഷണം കഴിച്ചായിരുന്നോ? കഴിക്കാം. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇരിക്ക്. അതെന്താ ഈ പ്ലേറ്റുകളിൽ വിളമ്പാത്തെ? ഞാൻ അമ്മയോടൊപ്പം കഴിച്ചോളാം ചന്ദ്രാമ്മേ. അപ്പോ അവിടെയോ? നിരാഹാരമുള്ളവർക്ക് ഭക്ഷണം കൊടുത്ത് ഞാനായിട്ട് അവരുടെ നിരാഹാരം അവസാനിപ്പിക്കുന്നില്ല.